ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ another വീഡിയോ. അപ്പോൾ നമ്മളിന്നൊരു ഫ്രൈഡ് റൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം നമ്മളിതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ബിരിയാണി പോട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അടുത്തതായി അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് നമ്മൾ ഫസ്റ്റ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വേവുള്ള ഐറ്റം ആയതുകൊണ്ടാണ് നമ്മളിത് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രൈഡ് റൈസിലെ വെജിറ്റബിൾസ് ഒന്നും ഓവറായി കുക്കാവേണ്ടതില്ല. കാരണം അത് നല്ല രീതിയിൽ കുക്കായിട്ടല്ല ഓൾറെഡി ഉണ്ടാവുക. ചെറിയ രീതിയിൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന പോലെയാണ് ഉണ്ടാവുക. മാത്രമല്ല നമ്മൾ ചോറ് കൂടെ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ കുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ബീൻസിലേക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ കൂടുതലുള്ള പോലെയൊക്കെ തോന്നും. പക്ഷെ നമുക്കിതിലേക്ക് ഇനി ഇൻഗ്രീഡിയൻസ് വരാനുണ്ട്. അപ്പോൾ ഓക്കെ ആയിക്കോളും. അതുപോലെ നമുക്ക് സ്പ്രിംഗ് ഓനിയൻ വേണമായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. സ്പ്രിംഗ് ഓനിയൻ്റെ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രിംഗ് ഓനിയൻ കിട്ടിയില്ല. അതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും മെയിൻ സാധനം. ഇതിലേക്ക് അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം അധികം നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം അധികം കുക്കായാൽ ആ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപ്സിക്കം അധികം നേരം നമ്മൾ വേവിപ്പിച്ചിട്ടില്ല. അതിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ച് ഇതിലേക്ക് ഇടുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. ഇതിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ട എല്ലാവരുടെയും ആയിട്ട് യോജിച്ച് കിട്ടുന്നത് പോലെ ഉണ്ടാവും. നമ്മൾ വേറെ തന്നെ ആഡ് ചെയ്യുമ്പോൾ മുട്ട ആ ഒരു കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമായി ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്തേക്ക് എണ്ണ ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ കുരുമുളകും ഉപ്പും ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയാണിത്. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിച്ച് എല്ലാവരേക്കും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1.5 സേറാണ് അരി വെച്ചത്. അപ്പോൾ 1.5ക്ക് 5 മുട്ടയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അതുപോലെ നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മുട്ടയൊക്കെ നല്ല രീതിയിൽ അതുമായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിനൊക്കെ ആവശ്യമായ കുരുമുളക് പൊടി നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മളിതാ 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച അരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സോയാ സോസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിലൊരു സ്പ്രിംഗ് ഓനിയൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ. സ്പ്രിംഗ് ഓനിയൻ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.